ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു നാടൻ പലഹാരമായ കൊഴുക്കട്ടയാണ് തയ്യാറാക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. കൊഴുക്കട്ടയ്ക്ക് വേണ്ടി നമുക്ക് ആദ്യം മാവ് കുഴച്ചെടുക്കാം. നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് കൊഴുക്കട്ട തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1.25 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാം. തിളച്ച വെള്ളത്തിലാണ് നമ്മൾ പൊടി കുഴച്ചെടുക്കുന്നത്. വെള്ളം തിളപ്പിച്ചപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടാണ് തിളപ്പിച്ചിരുന്നത്. ഇതിപ്പോൾ നല്ല ചൂടായിരിക്കും, അതുകൊണ്ട് നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പൊടി എടുത്തിരിക്കുന്ന ആ കപ്പിൻ്റെ അളവിൽ തന്നെ വെള്ളവും എടുത്താൽ മതിയാവും. പക്ഷെ നമ്മൾ വെള്ളം ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്, കുറച്ച് കുറച്ച് വേണം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാൻ. ഇത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുത്തിട്ട് ഈ പൊടി നമ്മുടെ പാത്രത്തിൽ നിന്നൊന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ പിന്നെ ഇതിലേക്ക് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കരുത്. ഇതിൽ നിന്നും കുറച്ച് മാവ് കയ്യിലെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ നമ്മൾ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത ഒരു പരുവത്തിൽ വേണം മാവ് കുഴച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഈ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറി വരുന്നത് വരെ നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമുക്ക് കൊഴുക്കട്ടയ്ക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മധുരത്തിനായിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് വേണ്ട ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം തയ്യാറാക്കിയ മാവ് ഇപ്പോൾ തണുത്തിട്ടുണ്ടാവും. നമുക്ക് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല, നന്നായിട്ട് തന്നെ കൈകൊണ്ട് കുഴച്ചെടുക്കണം. നമ്മളിപ്പോൾ ഈ മാവ് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ട തയ്യാറാക്കാം. അതിനായിട്ട് ഇതിൽ നിന്നും കുറച്ച് മാവ് കയ്യിൽ വെച്ചിട്ട് ചെറിയ ഉരുളയാക്കി എടുക്കാം. ഇനി നമുക്കിത് മറ്റേ കയ്യിൽ വെച്ചിട്ട് 2 കൈ കൊണ്ടും ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി, അല്ലെങ്കിൽ കൊഴുക്കട്ട ഒരുപാട് വലുതായി പോവും. ഇപ്പം നമ്മൾ ഈ കൊഴുക്കട്ട ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഫില്ലിങ് നിറയ്ക്കുന്നതിനായിട്ട് നമ്മൾ ഉരുളയാക്കിയ മാവിലേക്ക് കൈവിരൽ കൊണ്ട് ഇതുപോലെ ഒരു കുഴി പോലെയാക്കി എടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് നിറച്ചതിന് ശേഷം ഇതിൻ്റെ 2 സൈഡും ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിത് കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇത് കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ കയ്യിലൊരല്പം വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ തടവി കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഈ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും ഉരുളയാക്കിയെടുക്കാം. നമ്മൾ ഈ കൊഴുക്കട്ട ഉരുട്ടിയെടുക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണെങ്കിൽ നമ്മൾ കൊഴുക്കട്ട എല്ലാം റെഡിയായി കഴിയുമ്പോഴേക്കും നമ്മുടെ വെള്ളവും തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ച എല്ലാ കൊഴുക്കട്ടയും ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആവിയൊക്കെ നന്നായിട്ട് വന്ന് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കൊഴുക്കട്ട റെഡിയായി കിട്ടും. അപ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൊഴുക്കട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ടുള്ളത് പഞ്ചസാരയും തേങ്ങയുമാണ്. ശർക്കരയും തേങ്ങയും വെച്ച് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്